ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനം. അതായത് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം അലിഗഡ് പോയപ്പം അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, അലിഗഡിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും, ആ പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ റിസർച്ച് ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ ജോലി കയറും, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ പ്രൊഫസറായിട്ട് പിന്നെ റിട്ടയർ ആയിട്ട്, കാരണം കുറെ കാലം നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനി നാട്ടിൽ പോയാലും നേരം വരി ഉണ്ടാവില്ല വെച്ചിട്ട് അവിടെ തന്നെ താമസിക്കും, എന്നിട്ട് അവിടെ തന്നെ മരിക്കും, അവിടുത്തെ ഖബറിൽ തന്നെ എന്ത് ചെയ്യും, ഖബർസ്ഥാനിൽ തന്നെ കുഴിച്ചിടും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മറമാടിയ ഖബർസ്ഥാനാണ് ഓക്സ്ഫോർഡിന്റെ ഖബർസ്ഥാൻ. ഞാൻ മുസ്ലിങ്ങൾ നടത്തത്തിലല്ല, അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്ന് പിന്നെ അവിടെ പഠിച്ച് അവിടെ റിസർച്ച് നടത്തി പിന്നെ അവിടെ പ്രൊഫസർമാരായിട്ട് പിന്നെ അവിടെ തന്നെ മരിച്ച് അവിടുത്തെ സെമിത്തേരികളിൽ മറവടക്കിയ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ലോകത്തിലൊരു സ്ഥലമാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നടത്തിയ ഒരു പഠനമുണ്ട്. ജീവിതത്തിൽ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണെന്നാണ് പഠനം. മരിക്കാൻ നേരത്തെ പോയി ചോദിക്കാം, നിങ്ങൾ മരണത്തിൽ ഇപ്പൊ എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ മരണത്തിന്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിന്റെ സമയത്ത് അലട്ടുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആളുകൾ അല്ലെ. ഒരിക്കലും മരിക്കാൻ നേരത്ത് ഞാൻ എന്റെ മക്കൾക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ, ഞാനൊരു ബെൻസ് കാർ വാങ്ങിയില്ലല്ലോ എന്ന് മരിക്കാൻ നേരത്ത് ആർക്കും വിഷമം ഉണ്ടാവില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ എന്റെ ഉമ്മാനോട് മുണ്ടിയില്ലല്ലോ അല്ലെ, ഉമ്മാനോട് 6, 7, 8 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ കുഴപ്പം താരങ്ങൾ, നമ്മുടെ നാട്ടിൽ ഒരു പെരീക്കാണ് കെട്ടിക്കൊണ്ടിരും, മൂത്ത മകൻ ആദ്യം കെട്ടിക്കൊണ്ടിരും, പിന്നെ രണ്ടാമത്തെ മകൻ കെട്ടിക്കൊണ്ടിരും, പിന്നെ അവിടെ തല്ലും കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്ത മകൻ പോകും, രണ്ടാമത്തവും പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടിയത്. ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ, ഒരു കുടുംബനാഥനെ പാടുള്ളൂ. എന്റെ പെണ്ണുങ്ങളെ കുടുംബനാഥൻ ഞാനാണ്. ഞാൻ എന്റെ ബാപ്പല്ല, എന്റെ ബാപ്പോളെ ഭരിക്കാൻ വരാൻ പാടില്ല, ഞാനാണ് അവളെ ഭരിക്കുന്നത്. എന്റെ ബാപ്പ ഭരിക്കുന്നത് പലപ്പോഴും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂല. അത് എല്ലാവരും സ്വഭാവമാണ്. ഞാൻ ഭരിക്കുന്നത് എനിക്ക് അധികാരമുള്ളതുകൊണ്ടാണ്, എന്റെ ബാപ്പാക്ക് എന്റെ അധികാരമുള്ളതെന്നാ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മളായിട്ട് പിരിച്ചു കൊണ്ടുപോകണം. വരുമ്പോൾ തന്നെ നോക്കാം, കല്യാണമൊക്കെ കഴിക്കുന്ന ശരി, ഇവിടെ 1-2 കൊല്ലം നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ബാപ്പാൻ കുട്ടി അപ്പുറത്ത് 5 സെന്റ് സ്ഥലം തരും, അവിടെ പെരണ്ടൊക്കെ കയറ്റാൻ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ തരും കേട്ടോ, എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ബാപ്പ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. പിന്നെ എന്താ പറയുക, 5, 10 കൊല്ലം എടങ്ങാറായി തമ്മ് തച്ച് ആകെ പിരിഞ്ഞ് പിന്നെ അവിടുന്ന് പോയാൽ പിന്നെ മുണ്ടൂല, പിന്നെ ഫോൺ വിളിച്ചൂല, മുണ്ടൂല, വരൂല, പോകൂല. ഇത് ഇത്രയും കാലം ഉണ്ടായ കുശുമ്പോണ്ട് വന്നതാണത്. അതിന് മുജാഹിദ് എല്ലാവരും കണക്കന്നെ, എല്ലാ കുടുംബത്തിലും ഉണ്ട്. അത് എങ്ങനെ എത്ര വലിയ ഒരു അമ്മായിമന്റെ കുപ്പായം മരുവോളെ കുപ്പായം ഇട്ടോ എന്നാ കഴിഞ്ഞു. എത്ര ദീനുള്ള എല്ലാവർക്കും വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ എന്തോ, നമ്മൾ തെറ്റി നിൽക്കുന്ന, ഞാൻ പറഞ്ഞ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ലോകത്ത് നടത്തിയ പഠനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആൾക്കാർ അല്ലെ. അമ്മായിമാനോട് അമ്മോശനോടൊക്കെ തെറ്റിപ്പോയി വരിന്ന് ഇറങ്ങിപ്പോയവരുണ്ടാവും, പക്ഷെ പിന്നെ ഫോൺ വിളിച്ചടക്കൂല, മുണ്ടൂല. സഹോദരങ്ങളെ ഒക്കെ നമ്മൾ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്താ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിച്ചു പോലെ, എല്ലാവരും മരിച്ചു, ഇവിടെ ആരും ബാക്കിയാവില്ല. നമ്മൾ പരസ്പരമുള്ള ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ മേല് ആ മണ്ണിടുന്നത് വരെ ഉണ്ടാവുള്ളൂ ഈ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറും.